इकाई 5 आसमान के लिए आसमान आकाशम। विज्ञान के क्षेत्र में भारतीय नारियों के महान उपलब्धियां हासिल की है। विज्ञान സയൻസ് ക്ഷേത്ര ഏരിയ ഭാരതീയ നാരി ഭാരതത്തിൻ്റെ സ്ത്രീകൾ മഹാൻ വലിയ ഉപലബ്ധിയാ നേട്ടം അച്ചീവ്മെൻറ്റ്സ് ഹാസിൽ നേടിയിട്ടുണ്ട്. സയൻസിൻ്റെ ഏരിയയിൽ ഭാരതത്തിൻ്റെ സ്ത്രീകളും വലിയ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് ആണ് നേടിയിരിക്കുന്നത്. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. സ്പേസ് ഏരിയയിൽ വളരെ സക്സസ് ആയി തന്നെ ഭാരതത്തിൻ്റെ പേരിനെ ഭംഗി കൂട്ടിയ ആളാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് കൽപ്പന ചാവ്ല. ഇതാണ് കൽപ്പന ചാവ്ല. कल्पना चावला का जन्म हरियाणा के करनाल ജില്ലേ में हुआ. കൽപ്പന ചാവ്ല ജനിച്ചത് ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ്. വേ ബാല്യകാൽ से ही परिश्रमी और प्रतिभाशालिनी थी. അവർ ചെറുപ്പം തൊട്ട് തന്നെ പരിശ്രമിക്കുന്ന ആളും പ്രതിഭാശാലിനി വളരെ ബ്രില്യൻ്റായ സ്റ്റുഡൻറ്റും ആയിരുന്നു. कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था. കൽപ്പന ചാവലയുടെ ഇമാജിനേഷൻ എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആലോചനയിൽ എന്തായിരുന്നു? ആകാശവും ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള ഏതോ ഒരു ലോകത്തെക്കുറിച്ചാണ് അവർ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത്. उनकी कल्पनाओं ने ही उन्हें अंतरिक्ष യാത്ര कराई. അവരുടെ ഈ ആലോചന ഈ ഇമാജിനേഷൻ തന്നെയാണ് അവരെ സ്പേസിൻ്റെ യാത്രകൾ ചെയ്യിപ്പിച്ചത്. അവരുടെ മുഴുവൻ ആലോചനയിലും അവർ ഈ അന്തരീക്ഷ യാത്ര അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ആലോചനയിൽ ചെയ്തിരുന്നു. ഉൻകെ പിതാ ബനാറസി ലാൽ ചാവല की इच्छा थी कि പുത്രി അധ്യാപിക യാ ഡോക്ടർ ബനെ. അവരുടെ അച്ഛൻ ബനാറസി ലാൽ ചാവല അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മകള് അധ്യാപിക അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന്. परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को खोलने का सपना था. പക്ഷേ കൽപ്പനയുടെ മനസ്സിൽ അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ തുറക്കുക എന്നായിരുന്നു അവരുടെ സ്വപ്നം. इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज चंडीगढ़ में प्रवेश लिया था. അത് കാരണം അവർ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. उनका प्रिय विषय अंतरिक्ष विज्ञान था. അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് സ്പേസ് സയൻസ് അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രം ആയിരുന്നു. उन दिनों वैमानिकी और अंतरिक्ष विज्ञान जैसे विषयों में युवतियों की रुचि कम होती थी. ആ കാലത്ത് വ്യോമയാന ശാസ്ത്രം അല്ലെങ്കിൽ എയറോനോട്ടിക്സ് അല്ലെങ്കിൽ വ്യോമയാന ശാസ്ത്രം और अंतरिक्ष विज्ञान ബഹിരാകാശ ശാസ്ത്രം അല്ലെങ്കിൽ സ്പേസ് സയൻസ് എന്ന വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് പൊതുവെ അതിൽ ഇൻട്രസ്റ്റ് കുറവായിരുന്നു. രുചി പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, താല്പര്യം. अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अडिग रही. അവരുടെ ഉറച്ച വിശ്വാസത്തിലും സങ്കല്പത്തിലും അത് കാരണം തന്നെ അവർ ഈ മേഖലയിൽ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു നിന്നു. उन्होंने BE की उपाधि प्राप्त की और उच्च शिक्षा के लिए अमेरिका गई. BE ബാച്ചുലർ ഇൻ എഞ്ചിനീയറിംഗ് എന്ന ഡിഗ്രി പ്രാപ്തമാക്കി. എന്നിട്ട് ഉപരിപഠനത്തിന് അവർ അമേരിക്കയിലേക്ക് പോയി. टेक्सास विश्वविद्यालय से इंजीनियरिंग में स्नातकोत्तर तथा कोलोराडो विश्वविद्यालय से PhD की उपाधि प्राप्त की. ടെക്സാസ് വിശ്വവിദ്യാലയിൽ നിന്ന് എൻജിനീയറിംഗിൻ്റെ PG എടുത്തു. പിന്നീട് കൊളറാഡോ വിശ്വവിദ്യാലയിൽ നിന്ന് PhDയും
ചെയ്തു. अमेरिका के सर्वोच्च अंतरिक्ष अनुसंधान केंद्र नासा में सन 1988 में वैज्ञानिक के रूप में कार्य करने लगी. അമേരിക്കയിലത്തെ സർവോച്ച് ഏറ്റവും വലിയ സ്പേസ് സെൻ്ററായ സ്പേസ് ഗവേഷണം ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസയിൽ അവർ 1988 സയൻറ്റിസ്റ്റിൻ്റെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. कल्पना चावला का सपना 1994 में साकार हो गया जब उन्हें अंतरिक्ष यात्री के रूप में चुन लिया गया. കൽപ്പന ചാവലയുടെ സ്വപ്നം 1994 പൂർത്തിയായി. അപ്പോഴാണ് അവരെ ബഹിരാകാശ യാത്രിയുടെ രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരെ ബഹിരാകാശ യാത്രി അല്ലെങ്കിൽ ആസ്ട്രോനോട്ട് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർ 19 नवंबर 1997 को उन्होंने अंतरिक्ष यात्रा की. ഈ 19 നവംബർ 1997 അവർ ബഹിരാകാശ യാത്ര ചെയ്തത്. ഇസ് പ്രകാർ വേ ഭാരത് की पहली महिला अंतरिक्ष यात्री बनी. ഇപ്രകാരം അവർ ഭാരതത്തിലെ ആദ്യത്തെ സ്ത്രീയായിട്ട് അവർ അന്തരീക്ഷ യാത്ര ചെയ്ത ആദ്യത്തെ സ്ത്രീയായി. कल्पना की दूसरी अंतरिक्ष उड़ान 16 जनवरी 2003 को शुरू हुई. അടുത്ത അന്തരീക്ഷ യാത്ര അവർ 16 जनवरी 2003 ചെയ്തത്. वे कोलंबिया मिशन अभियान की यात्रा में मिशन विशेषज्ञ रही. അവർ കൊളംബിയയിലത്തെ മിഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ദൗത്യ പ്രചാരണം മിഷൻ ക്യാമ്പയിനിൽ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടായിരുന്നു അതിൽ. कोलंबिया की उड़ान पर जाने से पूर्व कल्पना ने किसी पत्रिका के संवाददाता से कहा था. ഈ യാത്ര തുടരുന്നതിന് മുൻപ് കൽപ്പന ഒരു മാഗസീൻ്റെ റിപ്പോർട്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രിക മാഗസീൻ संवाददाता रिपोर्टर, परिस्थितियाँ कैसी भी हो मेहनत करते रहने से सपने साकार होने में सहायता अवश्य मिलती है. പരിസ്ഥിതിയാ സർക്കംസ്റ്റൻസസ് സാഹചര്യങ്ങൾ എങ്ങനെയായാലും മെഹനത്ത് പരിശ്രമിച്ചാൽ സപ്നെ സാക്കാർ ഹോന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എപ്പോഴും സഹായം ഉണ്ടാകും. होने में സഹായത അവശ്യം മിൽത്തി ഹെ. അതായത് സാഹചര്യങ്ങൾ എങ്ങനെയായാലും പരിശ്രമിച്ചാൽ നമ്മൾക്ക് സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും.